Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിൽ വരുന്ന നെക്സ്റ്റ് ഒരു സെഷൻ ആണ്. ദാറ്റ് മീൻസ് സ്പിയർ. ഓക്കെ, ഇന്ന് നമ്മൾ സ്പിയറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ റൈറ്റ് സർക്കുലർ കോൺ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് സ്പിയറും അതുപോലെ തന്നെ ഹെമിസ്പിയറിനെയും കുറിച്ച് പഠിക്കാം. ഓക്കെ, സ്പിയർ ആൻഡ് ഹെമിസ്പിയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു സോളിഡ് ഫിഗർ ആണ് അല്ലെ. സോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 ഫിഗേഴ്സ്. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തത്? സോ ഒരു ഫുട്ബോൾ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോബ് ഉണ്ട്. ഇത് നിങ്ങൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഗ്ലോബ്. അപ്പം ഇവിടെ ഈ 2 ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്പിയർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് 2Dയിലാണെങ്കിൽ നമ്മൾ സർക്കിൾ എന്ന് പറയുന്നു. ആ സർക്കിളിനെ തന്നെ നമ്മുടെ 3D ഫിഗർ വരുമ്പോഴാണ് നമ്മൾ അതിനെ സ്പിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ദ സ്പിയറിൽ വരുന്ന നമ്മൾ ഡെയിലി കാണുന്ന 2 ഫിഗേഴ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്. അപ്പൊ സ്പിയർ ഇനി ഐഡന്റിഫൈ ചെയ്യണം നിങ്ങൾ. ഓക്കെ, സർക്കിൾ അല്ല. ഇപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫുട്ബോൾ തന്നെ നിങ്ങളോട് എന്താണ് ഷേപ്പ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സർക്കിൾ ഷേപ്പ് എന്നല്ല പറയേണ്ടത്. സോ ദാറ്റ് ഇസ് സ്പിയർ. അത് സ്പിയർ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഫുട്ബോൾ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സർഫസ് ഏരിയ ആൻഡ് വോളിയം ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ സർഫസ് ഏരിയ ആണ് പഠിക്കുന്നത്. എല്ലാ സോളിഡ് ഫിഗേഴ്സിന്റെ സർഫസ് ഏരിയയും പഠിക്കും, എന്നിട്ട് നമ്മൾ വോളിയം പഠിക്കും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് നോക്കണം? സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. സോ അപ്പൊ ഇവിടെ അതിനുശേഷം ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? എ സ്പിയർ ഇസ് എ 3 ഡയമെൻഷണൽ ഫിഗർ. യെസ്, നമുക്കറിയാം ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ്, ഓർ എ സോളിഡ് ഫിഗർ ആണ്. ദെൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ ദി സ്പേസ്. അതായത് കുറെ പോയിന്റ്സ് വെച്ചിട്ടാണ്. നമ്മളെ സർക്കിൾ ആയാലും നമ്മൾ എങ്ങനെയാണ് ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ്. സർക്കിൾ എന്ന് പറയുന്നത് ഇസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. ഒരുപാട് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്ത് നമ്മൾ സർക്കിൾ ഫോം ചെയ്യും. അതുപോലെ തന്നെയാണ് ദെൻ വിച്ച് ലൈങ് അറ്റ് എ കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ഇസ് കോൾഡ് ദി റേഡിയസ്. അപ്പൊ നമ്മൾ സർക്കിളിന് നമ്മൾ റേഡിയസ് എന്ന് പറയുന്ന ഒരു ടേം പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് സർക്കിളിന്റെ സെന്റർ പാർട്ടിന്ന് നമ്മുടെ ഓൺ ദി സർക്കിൾസിലോട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈൻ സെഗ്മെന്റ്, സോ അതിന്റെ ലെങ്ത് ആണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. സോ ഇവിടെയാണെങ്കിലും നമുക്ക് സ്പിയറിന്റെ കേസിലാണെങ്കിൽ നമുക്ക് റേഡിയസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇസ് കോൾഡ് ദി സെന്റർ ഓഫ് ദി സ്പിയർ. നമ്മുടെ സ്പിയറിന് എന്തായിരിക്കും? ഒരു സെന്റർ പോയിന്റ് ഉണ്ടാവും. എല്ലാം നമ്മൾ സെന്റർ പോയിന്റ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ സർക്കിൾ പഠിക്കുമ്പോഴും നമ്മൾ സെന്റർ ഓഫ് ദി സർക്കിൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യാം. സ്പിയറിലും അതുപോലെ തന്നെ സെന്റർ ഉണ്ട്. ദെൻ ആ സെന്ററിന് നമ്മൾ സ്പിയറിന്റെ ഒരു എൻഡിലോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ റേഡിയസും ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് സ്പിയറിൽ മെയിൻ ആയിട്ട് റേഡിയസ് മാത്രം അറിഞ്ഞാൽ മതി. നമ്മളിപ്പോ റൈറ്റ് സർക്കുലർ കോൺ പഠിക്കുമ്പോൾ ഒരുപാട് ടേംസ് പഠിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഉണ്ടായിരുന്നു, റേഡിയസ് ഉണ്ടായിരുന്നു, സ്ലാന്റ് ഹൈറ്റ് ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. ബട്ട് ഇവിടെ സ്പിയർ പഠിക്കുന്ന സമയത്ത് നമുക്ക് റേഡിയസ് മാത്രം മതി, വേറെ ടേംസ് ഒന്നും നമുക്ക് നോക്കാനില്ല. ജസ്റ്റ് റേഡിയസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നോക്കാം അല്ലെ. നമ്മുടെ സ്പിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. വെരി സിമ്പിൾ ഇക്വേഷൻ ആണ്. സർഫസ് ഏരിയ ഓഫ് സ്പിയർ ഇസ് 4πr². എന്താണ്? 4πr² ആണ്. അപ്പൊ ഇതിൽ കൂടുതലൊന്നും ടേംസ് ഇല്ലല്ലോ, ജസ്റ്റ് r മാത്രമേ ഉള്ളൂ. 4 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദെൻ പൈ നമുക്കറിയാം 3.14 or 22/7 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ r മാത്രം മതി അല്ലെ. ഇപ്പൊ ഡയമീറ്റർ തന്നാൽ നമുക്ക് റേഡിയസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ റേഡിയസ് എന്താവും? ഡയറക്റ്റ് ആയിട്ടും തരും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? πr² ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്പിയറിന്റെ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. Okay, 4πr². Surface area of a sphere is equal to 4πr². Okay, clear ആയില്ലേ? ഇനി നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോയാലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹെമിസ്പിയർ ആണ്. അതായത് ഹെമി എന്ന് പറയുമ്പോൾ അവിടെ ഹാഫ് ആണ് അല്ലെ. സ്പിയർ എന്ന് പറയുമ്പോൾ അതൊരു ഫുൾ ആയിട്ടുള്ള ഫിഗർ. അപ്പൊ ആ സ്പിയറിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഹെമിസ്പിയർ കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവിടെ കുറെ ഫിഗർ ഒക്കെ ഉണ്ടല്ലോ അല്ലെ. നമ്മുടെ കോക്കനട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചും ഉണ്ട്. അപ്പൊ എന്തിനാ ഇത് ഇവിടെ കൊടുത്തത്? ജസ്റ്റ് നിങ്ങൾക്ക് എവിടെയാ നിങ്ങൾ ഈ ഹെമിസ്പിയർ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. സോ ഫസ്റ്റ് നോക്കിക്കേതാ, നമ്മുടെ കോക്കനട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പിയർ ആണ് അല്ലെ. കോക്കനട്ട് എന്ന് പറയുന്നത് സ്പിയർ ഷേപ്പ് ആണ്. സോ അതിനെ നമ്മൾ സെന്ററിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 പീസസ് ആയി. ദാറ്റ് മീൻസ് അവിടെ 2 ഹെമിസ്പിയേഴ്സ് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ ഒരു സ്പിയറിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെമിസ്പിയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഓറഞ്ച്. ഇപ്പൊ ഓറഞ്ച് എടുക്കുക, ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഷേപ്പാണ്? സ്പിയർ ഷേപ്പാണ്. സോ ആ സ്പിയറിനെ നമ്മൾ സെന്ററിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പീസസ് ആയിട്ട് കിട്ടും. സോ ദാറ്റ് ഇസ് കോൾഡ് ദി ഹെമിസ്പിയർ. അപ്പൊ അതെന്തായി? ഹെമിസ്പിയർ ആയിട്ട് മാറി.
സ്പിയറിന്റെ ഹാഫ് പോർഷൻ ദാറ്റ് ഇസ് ഹെമിസ്ഫിയർ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫുട്ബോൾ ആയാലും നമുക്ക് സെന്ററിലൂടെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുട്ബോൾ 2 പാർട്ടായില്ലേ? അപ്പൊ സ്പിയർ അവിടെ നിന്ന് എന്തായിട്ട് മാറി? ഹെമിസ്ഫിയർ ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? ഈ 2 കാര്യങ്ങളും മനസ്സിലായില്ലേ? നമ്മൾ റിയൽ ലൈഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് ഇവിടെ കണക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്തായിരിക്കും? നമ്മളൊരു സോളിഡ് ഫിഗർ പഠിച്ചാൽ നെക്സ്റ്റ് അതിന്റെ സർഫസ് ഏരിയ പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് കർവ്ഡ് സർഫസ് ഏരിയ ആണ് പഠിക്കുന്നത്. നമ്മുടെ സ്പിയറിന്റെ കേസിൽ നമുക്ക് ജസ്റ്റ് സർഫസ് ഏരിയ അങ്ങനെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കാരണം നമ്മൾ അതേ ഫിഗറിനെയാണ് എന്താക്കി മാറ്റുന്നത്? ഹെമിസ്ഫിയർ ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്പിയറിൽ നമ്മുടെ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ ദാറ്റ് മീൻസ് സർഫസ് ഏരിയ 4πr². ദെൻ ഇനി ഹെമിസ്ഫിയറിന്റെ കേസിൽ എടുക്കുമ്പോൾ അവിടെ ഫസ്റ്റ് കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. ദാറ്റ് മീൻസ് CSA ഇക്വേഷൻ എന്താണ്? 2πr². അതായത് നേരത്തെ ഹാഫ് ആണ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ ഹാഫ് ആണ്. അപ്പൊ അത് എന്തായിട്ട് മാറി? 2πr² ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹാഫ് ആയി. 4ന്റെ ഹാഫ് ആണ് 2, അപ്പൊ 2πr². CSA ഓഫ് സ്പിയർ ഹെമിസ്ഫിയർ, ഓക്കെ സ്പിയർ അല്ല ഹെമിസ്ഫിയർ ഈക്വൽ ടു 2πr². അപ്പം ഈ ഇക്വേഷനും പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ദാറ്റ് മീൻസ് TSA. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? TSA ആണ്. സോ TSAയുടെ ഇക്വേഷൻ ഇസ് 3πr². ഓക്കെ, 3πr² ആണ്. നേരത്തെ 2 ആയിരുന്നു, അത് ഇവിടെ എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. 3πr² ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പിയർ ആൻഡ് ഹെമിസ്ഫിയറിന്റെ കേസസിൽ നമുക്ക് R മാത്രം അറിഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് റേഡിയസ് അറിയാവുന്ന ഒരാൾക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ പ്രോബ്ലംസും ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് നമ്മൾ സർഫസ് ഏരിയ ഓഫ് സ്പിയർ പറഞ്ഞു 4πr². അതിനുശേഷം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ പഠിച്ചു 2πr². ദെൻ അതിനുശേഷം എന്ത് പറഞ്ഞു? ടോട്ടൽ സർഫസ് ഏരിയ ദാറ്റ് മീൻസ് TSA ഓഫ് ഹെമിസ്ഫിയർ ഇസ് ഈക്വൽ ടു 3πr². ഓക്കെ, അപ്പൊ 4πr², 2πr², 3πr². എല്ലാത്തിലും R മാത്രം മതി. അപ്പൊ ഈ 3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്ന ഒരു പാർട്ട്, അതായത് സ്പിയറിന്റെയും ഹെമിസ്ഫിയറിന്റെയും സർഫസ് ഏരിയ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3 ഇക്വേഷൻസ് വെച്ച് ഓരോരോ പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കോണ് പഠിച്ചു, റൈറ്റ് സർക്കുലർ കോണ് പഠിച്ചു. ആ കോണിന്റെ സർഫസ് ഏരിയ പഠിച്ചു. ദെൻ കർവ്ഡ് സർഫസ് ഏരിയ പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ഒരു സ്ലാന്റ് ഹൈറ്റ്, അവിടെ കുറച്ച് ടേംസ് കൂടുതൽ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെയാണെങ്കിൽ സ്പിയർ ആൻഡ് ഹെമിസ്ഫിയറിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു റേഡിയസ് മാത്രമേ വരുന്നുള്ളൂ. ഇക്വേഷനിൽ എക്സ്ട്രാ കുറെ ടേംസ് ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ ഇക്വേഷൻസ്? ഈ ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്പിയർ ആൻഡ് ഹെമിസ്ഫിയർ എന്ന് പറയുന്ന സെഷൻ ആണ്. ഈ സെഷനിൽ നമ്മൾ 3 ഇക്വേഷൻസ് പറഞ്ഞു. ഈ 3 ഇക്വേഷൻസ് പഠിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു സെഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.